സീറ്റിൽ ശരിക്കും ഒരു കെ സുധാകരൻ പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേണമെങ്കിൽ ഒരു 130 സീറ്റ് 150 സീറ്റ് വരെ പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പിന്നെ പത്രക്കാരൊന്നുകൂടി ചോദിച്ചപ്പോഴാണ് പുള്ളി അത് തിരുത്തി കുറച്ചുകൂടി കുറച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വി ഡി സതീശൻ പറയുന്നത് പുറമേ 100 സീറ്റാണ്, അദ്ദേഹം അതിൻ്റെ ഏറ്റവും അടുത്ത അടുപ്പക്കാരോട് പറയുന്നത് 85 സീറ്റാണ്. രമേശ് ചെന്നിത്തല പറയുന്നത് 75 സീറ്റാണ്. ചാണ്ടി ഉമ്മൻ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരും, അല്ലാതെ സീറ്റിന് എണ്ണമൊന്നും പറയാനില്ലെന്നാണ്. കാരണം വളരെ നല്ല സീറ്റ് കിട്ടുമെന്ന് പുള്ളിക്കുറപ്പുണ്ടെങ്കിൽ പുള്ളി പറയുമല്ലോ, പുള്ളിക്കുറപ്പില്ല. ഇനി മുസ്ലിം ലീഗ് പറയുന്നത് 85 സീറ്റാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള അവകാശവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില DCC പ്രസിഡന്റുമാരടക്കമുള്ള ചിലരോട് വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് 65 എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള അവകാശവാദങ്ങളാണ്. അപ്പോൾ അതിൽ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ ആത്മവിശ്വാസം UDF ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവങ്ങൾ കണക്കൊന്നും നോക്കാത്തത് കൊണ്ടിട്ട് ഇപ്പം ഈ മാധ്യമങ്ങൾ പറയുന്ന കണക്ക് കേട്ടിട്ട് ഏതാണ്ട് പോളിംഗ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ജനമൊക്കെ ഒരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അറിയുന്ന കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 2,12,00,000 പേരാണ്. ഇപ്പം നമ്മൾ അറിയുന്നത് 2,08,00,000 പേരെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, വോട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2021 വോട്ട് ചെയ്തത് 2,09,00,000 പേരാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇന്നലെ 1,00,000 വോട്ടുകൾ കുറവാണെന്നാണ് ഇന്നലെ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വോട്ടുകൾ എത്തിയിട്ടില്ല.